അച്ഛാ, ഒന്നിനും ഒരു കുറവ് വരരുത്. എല്ലാം ഭംഗിയായിട്ട് നടക്കണം. ആനന്ദേ, വാ വാ, അകത്തേക്ക് വാ. ആരും നിന്നെ തടയാൻ പോകുന്നില്ല. ഇല്ലടാ, വാ ആനന്ദ്. ഞാൻ വരുന്നില്ല. ഇനി എനിക്ക് കാണണ്ട. ആനന്ദ്, നീ എന്തൊക്കെയാ പറയുന്നേ? അങ്കിൾ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്തൊക്കെ പറഞ്ഞെന്ന് വെച്ച്. നീ വാ. എടാ, ഇല്ല, ഞാൻ വരുന്നില്ല. എടാ, അമ്മയുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട നീയാ. ഇല്ല, ഞാനത് ചെയ്യുന്നില്ല. ആനന്ദ്, ആനന്ദ്, അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത് നീയാണ്. അതിന് പോലും അർഹത അവകാശമില്ലാത്ത ഒരു മഹാപാപിയാണ് ഞാൻ. ആനന്ദ്, ആനന്ദ്, അമ്മയെ കൊന്നവനാ. അമ്മയെ കൊന്നവൻ അമ്മയുടെ ചെറിയ തീ കൊളുത്തണ്ട. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് എന്ന അഭിമാനമാണ് വലുത്. അപമാനഭാരത്താൽ എന്റെ അമ്മ ആത്മഹത്യ ചെയ്ത വായിക്കരിയിടാനും ശവശരീരത്തിലേക്ക് പൂക്കൾ അർപ്പിക്കാനും തലഭാഗത്ത് പിടിച്ച് ശവം ചിതയിലേക്ക് വെച്ച് തീ കൊളുത്താനും ആ വഴി വന്നേക്കരുത്. അച്ഛൻ മരിച്ച സമയത്ത് ആ സ്ഥലത്ത് നിങ്ങളുടെ അമ്മയുണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മയാണ് എന്റെ അച്ഛനെ കൊന്നത്. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ പഴയ ഓൺലൈൻ ക്ലാസ് മതിയായിരുന്നു. ഇപ്പൊ എന്തൊരു പാടാ. എന്താ ചേച്ചി, എന്താ ഒരുമാതിരി ശോകമൂയായിരിക്കുന്നെ? എന്താ ചേച്ചി, എന്ത് പറ്റിയെന്ന് പറ. വല്ലുഞ്ഞായിട്ട് പിന്നെയും പണങ്ങിയോ? അഖില മാഡം. അഖില മാഡം? അഖില മാഡം മരിച്ചു. അഖില മാഡം മരിച്ചെന്നോ? എന്താ ചേച്ചി പറയുന്നേ? അതെ നീങ്കുട്ട, സത്യം.
പോയിരിക്കുക. ചേച്ചി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും അറിയില്ല ഇങ്ങോട്ട്. വല്യുഞ്ഞെ, എന്തായി വല്യുഞ്ഞെ? എന്താവാൻ, നീ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. അമ്മ മരിച്ചു. നീ ഒറ്റ ഒരുത്തി കാരണം എനിക്ക് എന്റെ അമ്മയുടെ ശവശരീരം പോലും കാണാൻ പറ്റിയില്ല. നീയാണ് ഇതിനെല്ലാം കാരണം. നീ എന്റെ അമ്മ മരിക്കാൻ കാരണക്കാരി നീയാ. മഹാപാപിയായ ഞാനും അതിലെ പങ്കാളിയായി. മിണ്ടരുത്. എനിക്ക് നിന്റെ ശബ്ദം പോലും കേൾക്കാൻ താല്പര്യമില്ല. എനിക്ക് നിന്നെ കാണണ്ട. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചതാ എന്റെ അമ്മ. എന്നെ സ്നേഹിച്ചു തീരാതെ എന്റെ അമ്മ കടന്നുപോയത്. ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂട്ടിയോ, അന്ന് മുതൽ എനിക്ക് എന്റെ അമ്മ ഇല്ലാതെ. അമ്മയെ കൊന്നുകളഞ്ഞ മഹാപാപിയാ ഞാൻ. ചേച്ചി നീ എന്താ ആനന്ദി കാണിക്കുന്നതൊക്കെ? നീ വേഗം വാ. അവിടെ തൃച്ചുമരത്ത് എല്ലാരും നിന്നെ തിരക്കുന്നു. ഞാൻ വരുന്നില്ല. എന്താ ആനന്ദ ഇത്? നിന്റെ വാശി കാണിക്കുന്ന ഈ സമയത്താണോ? ഇത് വാശിയല്ല, എന്റെ തീരുമാനമോ. എന്ത് തീരുമാനം? അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യില്ല എന്നതാണോ നിന്റെ തീരുമാനം? അതെ. വികാരങ്ങൾ കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട് നീ ഒരു മനുഷ്യനല്ലാതായി മാറുകയാണ്. ഓർമ്മിച്ചോ? വല്യുഞ്ഞെ, അനിയമുഞ്ഞ്. ആനന്ദ്, എല്ലാ അമ്മമാരും മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാണ്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അഖിലാന്റി കല്യാണി അകറ്റി നിർത്തിയത്. ഒക്കെ ശരിയാ. പക്ഷേ അവസാന നാളുകളിൽ നിനക്ക് വേണ്ടി ഒത്തിരി കരഞ്ഞ സ്ത്രീയാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. ആ അമ്മയുടെ പട്ടടയ്ക്ക് തീയെങ്കിലും കൊളുത്തിയില്ലെങ്കിൽ ദൈവം വരെ നിന്നെ ശപിച്ചു കളയും. ദൈവശാപം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ
ഞാൻ വരുന്നില്ല. ആനന്ദ്, അച്ഛൻ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ വരില്ല. നീ വരണം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകനാണ്. നീയാണ് ആ കർമ്മം ചെയ്യേണ്ടത്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകൻ ആനന്ദകൃഷ്ണൻ എന്നേ മരിച്ചു കഴിഞ്ഞു. അതയാൾ ഡ്രൈവർ ദാസിന്റെ മകൾ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോഴേ സംഭവിച്ചതാ. എടാ, പെറ്റമ്മയോട് കടപ്പാടോ സ്നേഹവും ഇല്ലെങ്കിൽ വേണ്ട. നാട്ടുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും നീ വന്ന ആ ചടങ്ങുകൾ നടത്തണം. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? ദേ അരവിന്ദ, ഞാൻ എന്താ അരവിന്ദനോട് പറയേണ്ടത്? ഞാൻ വരില്ല എന്ന് പറഞ്ഞേക്ക. പിന്നെ അന്ത്യകർമ്മം ആര് ചെയ്യും? അത് അവനും ചെയ്യാലോ, അവന് മകനല്ലേ. മൂത്ത മകൻ ജീവിച്ചിരിക്കുമ്പോ ഇളയ മകനല്ല അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടത്. മൂത്ത മകൻ മരിച്ചുപോയാൽ എന്ത് ചെയ്യും? ഹലോ അരവിന്ദ്. ആ സുബണ്ണ, ബ്രോയും വിളിച്ചോണ്ട് വേഗം ഇങ്ങോട്ട് വാ. കർമ്മങ്ങൾ തുടങ്ങേണ്ട സമയം കഴിഞ്ഞില്ലേ? അരവിന്ദ്, അവൻ വരുന്നില്ലെന്നാ പറയുന്നത്. വരുന്നില്ലെന്നോ? അവൻ ഉറച്ച തീരുമാനത്തില. ഞാൻ എന്ത് ചെയ്യും? എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കും സുബണ്ണ. സുബണ്ണ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഇങ്ങോട്ടേക്ക്. അരവിന്ദ്, പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയാ. അതിനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. അരവിന്ദ്, ഋഷികേഷ് സ്വാമികൾ എവിടെയാണെന്ന് ഒരു വിവരവും കിട്ടുന്നില്ല. വരാൻ പറ്റുന്നവരൊക്കെ വരട്ടെ. നന്ദന, അച്ഛനെ നോക്കിക്കൊള്ളേ. ഒക്കെ ശരിയാകും അരവിന്ദ്. അതൊന്നും ശരിയാവില്ലെന്നേ. ഓരോന്നായിട്ടിങ്ങനെ അവസാനിക്കാം. കുഞ്ഞ്, ചിതയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ വരട്ടെ, ഞാൻ പറയാം. ശരി. അരവിന്ദ്, ഞാൻ പറഞ്ഞില്ലേ, പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയാ. ഇനിയും വൈകിയ. നന്ദന, ഒരു അരമണിക്കൂർ കൂടി അകത്തേക്ക് പോ. വാക്കിന്റെ പൂർണ്ണമായ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി നീ പറയണം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന നിന്റെ ഈ അമ്മ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തുവെന്ന് നീ സംശയിക്കുന്നുണ്ടെന്ന്. അമ്മയാ. എന്താ പ്രിയങ്കയെ മുഖത്ത് ചന്ദ്രബിംബം ഉദിച്ചതുപോലെ ഒരു തെളിച്ചം? സന്തോഷം ഉണ്ടാവാതിരിക്കോ ശ്രീയേട്ട? മുഖ്യശത്രു പടനിലത്തിലുണ്ടെങ്കിലും ഒരു താൽക്കാലിക ശത്രുവിനെ തന്ത്രപൂർവ്വം കാലപുരിക്ക് അയക്കാൻ കഴിഞ്ഞില്ലേ?
അത് ചെറിയ സന്തോഷം വല്ലതുമാണോ? ഇടയ്ക്ക് വന്നു കയറിയ ഒരു കഥാപാത്രം വളരെ മനോഹരമായി തന്മയത്വത്തോടെ അവരുടെ വേഷം ആടി തകർത്ത് അണിയറയിലേക്ക് മടങ്ങി. മടങ്ങിയതല്ല, നമ്മള് മടക്കി അയച്ചതല്ലേ. മനോഹരമായ ഒരു യാത്രയയപ്പ്. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നു, ഈ രാജരാജേശ്വരിയുടെ ഒരു നക്ഷത്ര ഭാഗ്യം. മഹാമാളവ്യ യോഗമുള്ള നക്ഷത്രത്തിലാ അവരുടെ ജനനം. തീപ്പെട്ടത് മഹാരാജാക്കന്മാരെ പോലെ ചന്ദനപ്പട്ടടയിൽ മരണശയ്യ. കത്തി അമരുമ്പോഴും ശവം കരിഞ്ഞ ഗന്ധമല്ല, ചന്ദന സുഗന്ധം. പുണ്യം ചെയ്ത ജന്മം അല്ല ശ്രീയേട്ട. ഇതിൽ പരം എന്ത് സൗഭാഗ്യം അവർക്ക് കിട്ടാനുള്ളത്? എനിക്കതൊന്നുമല്ല, മറ്റൊരു തമാശയോർത്താ ചിരി വരുന്നത്. ചത്തുകിടക്കുന്നത് സ്വന്തം ഭാര്യ അല്ലെന്ന് പോലും അറിയാതെ നെഞ്ചു പൊട്ടി നിൽക്കുക ശിവരാമൻ. ഏതോ ഒരു സ്ത്രീയെ അമ്മയാണെന്ന് കരുതി അന്ത്യകർമ്മങ്ങൾ നടത്തി ചിതയിൽ അടക്കേണ്ടി വരുന്ന തൃച്ചംബരത്തെ സൽപുത്രന്മാരുടെ ഒരു ഗതികേടെ. അഖിലയുടെ മരണത്തിന് പിന്നിൽ മൂത്ത മരുമകളായ കല്യാണിയാണെന്ന ഉറച്ച വിശ്വാസത്തില് ശിവരാമകൃഷ്ണനും അരവിന്ദും. അതുകൊണ്ട് ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യവും അന്വേഷണവും പെട്ടെന്നുണ്ടാവില്ല. എന്തായാലും തൃച്ചംബരത്തുകാർ പമ്പര വിട്ടികളാവുന്നത് കണ്ട് രസിക്കാലോ. പക്ഷേ എന്താ പ്രിയങ്കെ പെട്ടെന്ന് നിന്റെ മുഖത്തെ ആ അമ്പിളിവട്ടം മാഞ്ഞത്? കാർമുകിൽ വന്ന് മറഞ്ഞതാണോ? കവിത ചൊല്ലി രസിക്കൊന്നും വേണ്ട, എല്ലാം ശാന്തമായിന്ന് കരുതുകയും വേണ്ട. അതും ശരിയാ പ്രിയങ്ക. നീ കേട്ടിട്ടില്ലേ, ചിലർ ചത്താലും ഉപകരിക്കും. ആ ഇനത്തിൽപ്പെട്ടതാ രാജരാജേശ്വരി. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനാണെന്നാണല്ലോ വെപ്പ്. ആ നിലയ്ക്ക് അന്വേഷണം ഇനി നാഗമഠത്തേക്ക് വരുമോ? ഏയ്, ഇതൊരു ആത്മഹത്യയായി പോലീസ് എഴുതി തള്ളും. അഭിമാനിയാണല്ലോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. അങ്ങനെ പോലീസ് ഇതിനെ കാണും. പിന്നെ നമുക്കെതിരെ നിർത്താൻ എന്താ പോലീസിന്റെ കയ്യിലുള്ള തെളിവ്? പക്ഷേ പ്രശ്നം അതല്ല ശ്രീയേട്ടാ. നാളെ പത്രത്തിലൂടെയും ചാനലുകളിലൂടെയും മരണവാർത്ത പരക്കുമ്പോ യഥാർത്ഥ അഖില എവിടെ ഒളിച്ചിരുന്നാലും പുറത്തു ചാടും. സൂക്ഷിക്കണം.